ഞാൻ ഈ കച്ചവടം ഇനി തുടർന്ന് മുന്നോട്ട് പോകില്ലാന്ന് എനിക്ക് തോന്നിപ്പോയി. കാര്യം ഇത്രയും വർഷത്തെ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടല്ലോ. കാരണം കുറേ ആളുകൾക്ക് മഞ്ഞപ്പിത്തം വന്നു, വളരെ മദ്രസയിൽ കുറച്ച് ചെറിയ കുട്ടികൾക്ക് വന്നു. അപ്പോൾ ഇത് എൻ്റെ ഭാഗത്തു നിന്നാണെന്നുള്ളത് ഉറപ്പ് പറയുന്നില്ല ആരും. പക്ഷേ അത് മഞ്ഞപ്പിത്തം ഉറവിടം കണ്ടെത്തി പറയുമ്പോൾ അത് എൻ്റെ മേൽ തന്നെയാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് കവർ ചെയ്യണം എന്നുള്ള ഒരു വാശി എനിക്കുണ്ടായിരുന്നു. കാരണം പല ആളുകളും, ഞാനിപ്പോൾ എടുത്തു പറയാൻ ഒരു വ്യക്തി എനിക്കൊരു വോയിസ് കോൾ കിട്ടും. ഞാൻ എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു വോയിസ് കോൾ ഇട്ടു. അവന് കടമുണ്ടെങ്കിൽ അവൻ തെണ്ടി നടന്നോട്ടെ, അവന് കൂലിപ്പണിക്ക് പോയിക്കോട്ടെ, തെണ്ടി നടന്നോട്ടെ, അവൻ്റെ കടങ്ങൾ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ ശാപവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അപ്പം തളർന്നു പോയി. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞു, നീ അതിലൊന്നും തളരണ്ട, കാരണം ഇത് ആളുകൾക്കും അറിയാം, ദൈവത്തിനും അറിയാം. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് എന്നെ ബലപ്പെടുത്തി. അതിനുശേഷം ഈ സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ ഹെൽത്തിൽ ഹാജരാക്കിയപ്പോൾ അവരാ പറഞ്ഞത് നാളെ മുതൽ ചായ കൊണ്ട് ഇറങ്ങിക്കോ. പക്ഷേ ഞാൻ നാളെ മുതൽ ചായ കൊണ്ട് ഇറങ്ങിയ ആളുകൾക്ക് ഇത് സ്വീകരിച്ചോണമെന്നില്ല. അപ്പോൾ എനിക്കെൻ്റെ പഴയ വിശ്വാസം കിട്ടണം. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ സ്വയം തോന്നലുണ്ടായൊരു വീഡിയോ ആണ് ഞാൻ അന്ന് ഔട്ട് ചെയ്തത്. അതിൽ ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. കാരണം ഒരാളും ഇപ്പോൾ അവനാ വീട്ടിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ ചായ പലഹാരമുണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങൾ പുറത്ത് വിടില്ല. ഞാൻ എൻ്റെ അടുക്കള എല്ലാം കിണർ, വെള്ള ടാങ്ക്, ഫിൽറ്റർ വെച്ചതൊക്കെ എല്ലാം ഞാൻ പുറത്ത് വിട്ടിരുന്നു. അപ്പോൾ ആളുകൾക്ക് എൻ്റെ വീഡിയോ കണ്ട് എന്നെ അറിയുന്ന ആളുകളും എന്നെ അറിയാത്ത ആളുകളും ഇത് കേട്ടിട്ട് ഞാൻ പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അതിനുശേഷം എനിക്കറിയാം, ഇവിടെ പല ഡോക്ടർമാരടക്കം, ഇവിടെ ഈ CP കോംപ്ലക്സിൽ ഹോമിയോ നടന്ന മേഡം, ആ ഡോക്ടർ മേഡം അടക്കം എന്നെ കട്ട സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പ്രദീപ് ഇതാണ് ശരി. കാരണം പ്രദീപിൻ്റെ ആ കാര്യങ്ങൾ വളരെ കറക്റ്റായി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ടും ഇനി പ്രദീപിനെ അറിയാത്തവർ ഒരു മനുഷ്യന്മാരല്ല. അതാണ് ആ വീഡിയോ വിടാനുണ്ടായൊരു സാഹചര്യം. ആ വീഡിയോ വിട്ടത് കൊണ്ടാണ് എന്നെ ആളുകൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റിയെന്ന് എനിക്ക് പറയുള്ളത്. നമ്മൾ പ്രദീപിൻ്റെ ചായ പരിപാടിയുമായിട്ട് തുടങ്ങി, സൈക്കിളിലൂടെ പോയി, പിന്നെ ചെറിയൊരു ബൈക്ക് എടുത്ത് ബൈക്കിലൂടെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രദീപിനെ നമ്മളെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, യാത്രക്കാർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഭയങ്കര ഏത് സമയത്തും ചിരിച്ചുകൊണ്ട് ഒരു പ്രോബ്ലം ആരോട്ടുണ്ടാക്കാത്ത, അവനാൻ്റെ പണി നോക്കി സാധനം വീട്ടിൽ പോവുക, അങ്ങനത്തെ ഒരു സംഭവമാണ് ചെയ്തിരുന്നത്. ഈ നമുക്ക് എന്താണ് പ്രദീപ് ചെയ്യുന്ന പരിപാടികൾ, എന്തൊക്കെ ഉണ്ട്, എങ്ങനെയാണ് ഒരു ദിവസത്തെ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക അല്ലേ? ഇത് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടറിയോ? ഇപ്പോൾ ഈ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുക, ഇപ്പോൾ നമ്മൾ GHS സ്കൂളത്തെ നാസർ മാഷ് എപ്പോഴും എന്നോട് പറയാറുണ്ട്, അവിടെ ഗസ്റ്റുകളൊക്കെ വന്ന് എന്നെ ചായക്ക് വിളിക്കുക. അത് പറയും, ഇത് മാഷ് സാറേ ചായ പലഹാരം വേണ്ട പറയും. അപ്പോൾ പറയും, അല്ല പലഹാരം കഴിച്ചു, ഇത് പ്രദീപ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്, എണ്ണയൊക്കെ ദിവസം മാറ്റി നല്ല വൃത്തിയിൽ ഉണ്ടാക്കുന്നതാണ്, വർഷങ്ങളായിട്ട് അവൻ ചെയ്യുന്നതാണ് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറയാതെ തന്നെ ആൾക്ക് അറിയാം, എൻ്റെ വണ്ടിയിലുള്ളത് എല്ലാവർക്കും അറിയാം, ചില്ലാലമാര അല്ല വൃത്തിയൊക്കെ ദിവസം കഴുകി തുടച്ച്, ചിലപ്പോൾ വാഴേൻ്റെലൊക്കെ വിരിച്ചിട്ടൊക്കെയാണ് അതിൽ പലഹാരമൊക്കെ വെച്ച്, അപ്പോൾ പൊടിയൊന്നും ആവാതെ. അപ്പോൾ ആളുകൾക്ക് ഇത് കാണാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട് ആളുകൾ പറയുന്നത്, ക്വാളിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും വർഷം 24 വർഷം എൻ്റെ ഈ കച്ചവടം ഒരു കുറവുമില്ലാതെ പോകുന്നത് നമ്മളൊരു കഴിവല്ല ടേസ്റ്റ്, പാരമ്പര്യമായിട്ടുള്ളൊരു കൈപ്പുണ്യം എന്ന് പറയും. ഓരോ ദിവസത്തേക്കുള്ള സാധനം എടുത്തിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും എന്നോട് പറയും ഒരുമിച്ച് സാധനം എടുക്കുക ഒരു മാസത്തേക്കുള്ളത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അതിന് വലിയ എമൗണ്ട് വേണം. അപ്പോൾ നമുക്ക് എൻ്റെ ബിസിനസ് മൈൻഡ് ഇങ്ങനെയാണ്. ഞാൻ എന്നെ സംബന്ധിച്ച് പലതരക്ക് ഒരു സ്ഥാപനം മാത്രമല്ല, ബിസിനസ് മൈൻഡ് അങ്ങനെയാണ്. ബിസിനസ് അറിയുമ്പോൾ നമുക്ക് എല്ലാവരും ഒരേപോലെയാണ്. അപ്പോൾ ഈ കോട്ടപ്പള്ളിയിലുള്ള ഒരു 4ഓളം പലതരക്ക് കടയിൽ നിന്ന് ഞാൻ സാധനം മേടിക്കുന്നുണ്ട്. അതുപോലെ പച്ചക്കറി ഒരു 4ഓളം 3ഓളം പച്ചക്കറി കടയിൽ നിന്ന് മേടിക്കുന്നുണ്ട്. പാല് 2-3 കടയിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കടക്കാരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, ആരും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പ്രദീപ് ശരിക്ക് വെറുമൊരു കച്ചവടക്കാരനല്ല കേട്ടോ, കൃത്യമായ പ്ലാനുള്ളൊരു കച്ചവടക്കാരനാണ്. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, പ്രദീപ് ഇപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനതിലൊരു ബിസിനസ് കാണുന്നുണ്ട് എന്ന്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലുള്ള കച്ചവട സ്ഥാപനങ്ങളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് വരുന്ന സമയങ്ങളിൽ ഈ നാട്ടിലുള്ള ആളുകളായിട്ടുള്ള കച്ചവടക്കാർ, പ്രത്യേകിച്ച് വ്യാപാരികളൊക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നതാണ്. വിവിധ സംഘടനകൾക്കും വ്യക്തിപരമായിട്ടൊക്കെ ഒരുപാട് സംഖ്യ. നമ്മുടെ നാട്ടിലൊക്കെ എത്രത്തോളം കച്ചവടം ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും ഓരോ വ്യക്തികളും കൊടുക്കുന്ന എമൗണ്ടിൻ്റെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. പിന്നെ ഈ
പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് രാവിലെ എത്ര മണിക്ക് എണീക്കും? ഏത് സമയം മുതലാണിത് തുടങ്ങുന്നത്? പ്രവൃത്തികൾ ആരൊക്കെയാണ് ഹെൽപ്പിന് ഉണ്ടാവാറ് വീട്ടിൽ? രാവിലെ ഏകദേശം ഒരു 4-4:30 മണിക്ക് എണീക്കും. ഞാനും ഭാര്യ എണീച്ച് ഇതെല്ലാം ക്ലിയറാക്കിയിട്ട് ഒരു 7ഓളം പലഹാരങ്ങൾ ഉണ്ടാക്കും. 7ഓളം പലഹാരങ്ങൾ, വ്യത്യസ്ത പലഹാരങ്ങൾ ദിവസം മാറി മാറി ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് ഒരു 9:30 മണി, രാവിലെ മോർണിംഗ് 9:30 മണിക്ക് എനിക്ക് ലൈനിൽ ഇറങ്ങണം. ഇറങ്ങിയിട്ട് 9:30 മണിക്ക് ഇറങ്ങിയ 12 മണിയാകുമ്പോഴേക്ക് തിരിച്ച് വീട്ടിലെത്തും. ഏകദേശം ഒരു 200ഓളം പലഹാരം രാവിലെ സെയിൽ ചെയ്യും. ഒരു 120-130 ചായ രാവിലെ പോവും. അതേപോലെ തന്നെ വൈകുന്നേരം വൈകുന്നേരം കുറച്ചുകൂടി പലഹാരം കൂടുതൽ പോവും, പാർസൽ പോവും. അങ്ങനെയാണ് എൻ്റെ ഈ ബിസിനസ് മൈൻഡ്. കാര്യം എന്നെ സംബന്ധിച്ചാൽ ഈ കച്ചവടത്തിൻ്റെ ഒരു പ്രത്യേകത, 24 വർഷം ഈ കച്ചവടം തുടങ്ങിയിട്ട് ഈ കച്ചവടത്തിൻ്റെ പേരിൽ ഒരു പൈസ കടമില്ല, ഒരു കടയിലും കൊടുക്കാനില്ല. എൻ്റെ ഒരു ആഗ്രഹം. കാര്യം വെച്ചാൽ പല ആളുകളും എനിക്ക് പരിചയമുണ്ട്. ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഹോട്ടൽ തുടങ്ങി, എന്നിട്ട് പലചരക്ക്, ചിക്കൻ, പച്ചക്കറി ഒക്കെ മേടിച്ചിട്ട് വലിയൊരു തുക അവിടെ കടാക്കും. എന്നിട്ട് അത് ദിവസം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അത് പിന്നെ കൂടി ബിസിനസ് പൊളിയുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ ബിസിനസ് പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതമാർഗ്ഗമാണ്. അപ്പോൾ അത് തുടർന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി എനിക്കില്ലെങ്കിലും കടക്കാരുടെ കടങ്ങൾ, ഓരോ കടക്കാരുടെ പൈസയും അന്നന്ന് കൊടുത്ത് ഒരാൾക്ക് പോലും ഈ കോട്ടപ്പള്ളി ഞാൻ പൈസ കടം കൊടുക്കാനില്ല. എനിക്കൊരു 500 രൂപയാണ് എൻ്റെ വരുമാനമെങ്കിൽ അത് മതി. അത് സന്തോഷത്തോടെ കീസിലിട്ടിട്ട് വീട്ടിൽ കൊണ്ടേ വെക്കുന്ന ആളാണ് ഞാൻ. ഈ നോമ്പിൻ്റെ സമയങ്ങളിൽ ബാക്കിയുള്ള കച്ചവടക്കാരൊന്നും എന്തായാലും ഇത് വാങ്ങില്ല. അപ്പോൾ എങ്ങനെയാണിത് നോമ്പിന് പരിപാടികൾ കൃത്യമായിട്ട് നടക്കാറുണ്ടോ? എന്തൊക്കെയാണ് ചെയ്യാറ് നോമ്പിന്? നോമ്പ് സമയം വന്നാൽ സാധാരണ ഒരു മാസം നോമ്പ് സമയം വന്നാൽ ഈ ലൈനിലുള്ള ചായ സെയിൽ ഉണ്ടാവില്ല. അധികം കസ്റ്റമറും നോമ്പുള്ള ആളുകളാണ്. അപ്പോൾ കച്ചവടം കുറയും. സാധാരണ ഞങ്ങൾ എല്ലാ നോമ്പ് സമയത്തും കോട്ടപ്പള്ള സെൻറ്ററിൽ ഏതെങ്കിലും ഒരു നല്ല റൂം നോക്കിയിട്ട് ആ റൂം വാടകയ്ക്ക് എടുത്തിട്ട് ഒരു മാസം അതിൽ ഈ നോമ്പ് ഒക്കെ ആവശ്യമായുള്ള എണ്ണപ്പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നല്ല കച്ചവടം കിട്ടിയിരുന്നു എനിക്ക്. അന്ന് പിന്നെ മക്കളൊക്കെ സഹായിക്കണ്ടായിരുന്നു. കൂലിക്കിപ്പോൾ എന്തായാലും കൂലിക്ക് രണ്ടാൾ നിർത്തിയാൽ നമുക്ക് നടക്കില്ല. അങ്ങനെ ഇപ്പോൾ 2-3 വർഷമായിട്ട് മക്കളൊക്കെ പഠിക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 2 വർഷത്തോളമായിട്ട് നോമ്പിന് റെസ്റ്റ് എടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസം മുന്നേ ഉള്ള മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞല്ലോ, അതിൽ വലിയൊരു കടബാധ്യത ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ നോമ്പ് സമയത്ത് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ആഗ്രഹമുണ്ട്, ശാരീരികമായിട്ടൊക്കെ ക്ഷീണമാണ്, പക്ഷേ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഈ നോമ്പ് സമയത്ത് വീട്ടിൽ നിന്ന് നല്ല നോമ്പ് തുറക്കാൻ ആവശ്യമായ എല്ലാ നല്ല പലഹാരങ്ങൾ, സമൂസ, ചിക്കൻ സമൂസ, ബീഫ് സമൂസ, ചിക്കൻ, അങ്ങനെ നല്ല നല്ല ഉന്നക്ക, ഇങ്ങനെയുള്ള നോമ്പ് തുറക്കാൻ ആവശ്യമായിട്ട് അല്ലാതെ നല്ല പലഹാരങ്ങൾ വീട്ടിൽ നിന്ന് നല്ല വൃത്തിയായ ടേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ നാനോ കാറിൽ ഞാൻ സെറ്റ് ചെയ്തിട്ട് ഓരോ വീടുകളിലേക്ക് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു ആഗ്രഹമുണ്ട്, ഒരു മൈക്കൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇത് നോമ്പ് സമയത്ത് ഞാനും അത് വരും. അപ്പോൾ എല്ലാ ആളും എന്നോട് ഇപ്പോൾ ഇത്രയും വർഷം എന്നോട് സഹകരിച്ച എല്ലാ ആളുകളും ഇതിനോട് സഹകരിക്കണം. എൻ്റെ ഒരു ജീവിത പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ എന്നോ ചളവത്തിന് ഇങ്ങോട്ട് വരുന്നത് ഇതൊക്കെ ഒരു നിമിത്തമാണ്. ഒരു ടൈമുണ്ടല്ലോ. ഇന്നിപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം, ഞങ്ങൾ പറഞ്ഞില്ലേ, ഒരു ചളവത്തൊക്കെ താമസിക്കുന്ന സമയത്ത് കൂലിപ്പണി, അന്നൊക്കെ ഭക്ഷണം പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇന്നൊന്നിനും കുറവില്ല. ഭക്ഷണമായാലും വസ്ത്രമായാലും സന്തോഷമാണെങ്കിലും മക്കളൊക്കെ ഇപ്പോൾ നല്ല നിലയിൽ പഠിക്കുന്നു. അമ്മ നല്ല ഹാപ്പിയാണ്. ഇതിന് ഞാൻ ഇപ്പോഴും പറയാം, അമ്മയാണ് ഇതിൻ്റെ ആണിക്കല്ല്. ഈ അമ്മയാണ് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ അച്ഛനും മരണത്തിന് ശേഷം ഞങ്ങൾ ചിന്ന ഭിന്നായി പോകേണ്ട, പല മേഖലയിലേക്ക് പോകേണ്ട ആളുകളാണ്. പക്ഷേ ഇന്ന് ഈ നല്ലതിൽ ജീവിക്കുക, അതൊക്കെ വഴി കാണിച്ച അമ്മയാണ്. ഈ കച്ചവടത്തിൻ്റെ തുടക്കം അമ്മയാണ്. അപ്പോൾ ഇന്നും അമ്മ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മനഃപൂർവ്വം ആരും ഒരാൾക്കും ദോഷം ചെയ്യാൻ വേണ്ടി ആരൊന്നും ചെയ്യില്ല. ഇപ്പം എൻ്റെ ഭാഗത്തു നിന്ന് അറിയാതെ എന്തെങ്കിലും ഈ ബിസിനസ്സിൽ ഈ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എല്ലാവർക്കും എന്നെ അറിയാമല്ലോ. എൻ്റെ ഫോൺ നമ്പർ എല്ലാവരുടെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്കൊക്കെ കൂടുതൽ ഓർഡറുകൾ കിട്ടുന്ന ഫോൺ നമ്പർ വിളിച്ചിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഈ പലഹാരം കഴിച്ചിട്ടോ അല്ലെങ്കിൽ ചായ കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് എന്നോട് വിളിച്ച് പറഞ്ഞാൽ മതി, അത് ഞാൻ തിരുത്തും. അത് പ്രതിബന്ധ, അല്ലെങ്കിൽ അത് ടേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അത് ഇങ്ങനെയാണ്, അപ്പോൾ ഞാനത് എന്ത് ചെയ്യും, ഒന്നും കൂടി ശ്രദ്ധിച്ച് ചെയ്യും. അപ്പോൾ അല്ലാതെ ഈ എന്നെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്നെ തളർത്തിപ്പോകുന്ന, ഇപ്പോൾ ഈ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ
അല്ലെങ്കിൽ നമ്മൾ കുറേ സമ്പാദിക്കാൻ വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ എന്നെ തളർത്തുന്ന രീതിയിലുള്ള, എൻ്റെ കുടുംബത്തെ പിന്നെ തളർത്തുന്ന രീതിയിലുള്ള, ഞാൻ പറഞ്ഞില്ലേ ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് ഞാൻ ഇന്ന് പിടിച്ചു കയറിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഫാമിലിയുടെ പിന്നെ ആകെ ആശ്രയമായിരുന്നു ഞാൻ. അപ്പോൾ ആ കച്ചവടം, ഞാൻ എൻ്റെ മാനസികമായ ചിന്ത ആത്മഹത്യയിലേക്കൊക്കെ പോയി, ആ ചിന്ത അവിടെയൊക്കെ ഈ കോട്ടപ്പള്ളിയിലുള്ള ഓരോ നല്ല സുഹൃത്തുക്കളും എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എൻ്റെ ഈ ബിസിനസ് ഇനിയും വർഷങ്ങളോളം എനിക്ക് കഴിയുന്നത്ര, ആരോഗ്യത്തെ തരുന്നത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹം. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നെ എൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് പറയുക, അതെങ്ങനെയാണ്. അല്ലാതെ എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നും പ്ലീസ് ചെയ്യരുത്, അത്രയൊക്കെ പറയാമോ. ഹലോ പ്രദീപേ, എവിടെ എത്തി എന്ന് വിളിക്കുന്ന സമയങ്ങളിൽ ദപ്പെത്തും 5 മിനിറ്റ്. വീട്ടിൽ നിന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിലും താത്ത ദപ്പെത്തും ഒരു 5 മിനിറ്റ്. കുട്ടികളാണെന്നുണ്ടെങ്കിലും പ്രദീപേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചായപ്പെട്ടി ഉള്ള ചായയൊക്കെ വെച്ചിട്ടുള്ള വണ്ടി വന്ന് നിർത്തുന്ന സമയത്ത് ചുറ്റും കൂടും. അതൊരു വൈബാണ്. അത് കാണുന്നൊരു വലിയൊരു സംഭവമാണ്. അതിങ്ങനെ തന്നെ നമ്മളെ നാട്ടിൽ വേണം. കഴിഞ്ഞ 24 വർഷമായിട്ട് ഒരു കുടുംബം ഈ പരിപാടി കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എൻ്റെ പ്രിയമുള്ള എല്ലാ ആളുകളും സഹകരിച്ചിട്ടുണ്ട്. ഇതേപോലുള്ള പ്രദീനെ പോലുള്ള ഇപ്പോൾ പറഞ്ഞില്ലേ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ തമാശക്ക് പോലും നമ്മളൊരു കൂട്ടമായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന സമയങ്ങളിൽ, നമ്മുടെ സുഹൃത്തുക്കളായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് തൊട്ട് അടുത്ത വീട്ടിലത്തെയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ആളുകളൊക്കെ കുറിച്ച് നമ്മൾ ഒരു രസം പറച്ചിലാണ്. അതൊക്കെ കുറഞ്ഞ സമയം കുറച്ച് രസമായിട്ട് നമുക്കൊന്ന് കൂട്ടമായിട്ട് ഇരുന്ന് ചിരിക്കാനുള്ളൊരു വകുപ്പ് മാത്രമാണ്. അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ആ വീട്ടിലുള്ള വ്യക്തി എത്രത്തോളം സങ്കടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് ആലോചിച്ച് നോക്കണം. നമ്മളൊക്കെ വീട്ടിൽ എപ്പോഴെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലുമായിട്ടുള്ളൊരു പ്രശ്നം, ഒരു ഇഷ്യൂ, രോഗമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലുള്ളൊരു പ്രശ്നം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. നാട്ടുകാരൊക്കെ പറഞ്ഞു നടന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ ചുവട്ടിൽ കേട്ടിട്ടുണ്ടാവില്ല. ഇനി കേട്ടാൽ തന്നെ അവനിത് പറഞ്ഞല്ലോ എന്ന് നമ്മൾ നെഞ്ചത്ത് കൈവച്ച് മുഖം തിരിച്ച് നടക്കുന്നൊരു സിറ്റുവേഷൻ വരും. എന്തിനാ? കുറഞ്ഞ കാലമുള്ളൂ അല്ലേ? നമുക്ക് ജീവിച്ച് മരിച്ചു പോകാൻ കുറഞ്ഞ കാലമുള്ളൂ. മനുഷ്യനായിട്ട് ജീവിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, അതേപോലെ തന്നെ പ്രദീനെ പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരിട്ട്, ഇപ്പോൾ സൗകര്യമില്ലേ, ഫോണുണ്ട്, വിളിച്ച് പറ എന്താ പ്രശ്നം, നിൻ്റെ അടുത്ത് അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളും കൂടെ പോരാ, നമുക്ക് പറഞ്ഞ് തീർക്കാം എന്നുള്ളൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. പ്രദീപിനുമായിട്ടുള്ള ഇതുപോലുള്ള പ്രയാസാനുഭവിച്ച ഒരുപാട് വ്യക്തികൾ ഉണ്ടാവാം നമ്മുടെ നാട്ടിൽ. എല്ലാവരെയും കൂടുന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പ്രദീപിനെ 3-4 പ്രാവശ്യം വിളിച്ചിട്ടാണ് വന്നത്. ഫുൾ തിരക്കാണ് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എന്തായാലും വളരെ അധികം സന്തോഷം. ഈ വരുന്ന നോമ്പിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രദീപിൻ്റെ കൂടെ നിൽക്കുക, നാട് കൂടെ നിൽക്കണം. പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ വരുന്ന ആളുകൾ, ഇടത്തനാട്ട പ്രദേശത്ത് ആരെങ്കിലും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നാട് മൊത്തം ചേർത്ത് പിടിക്കുന്നതാണ് നമ്മുടെ നാട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വന്ന ആളുകൾ ആരും പുറത്തു പോകാത്തത്. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. വന്നതിൽ വളരെയധികം സന്തോഷം. എന്തെങ്കിലും തെറ്റായ രൂപത്തിൽ പ്രദീപ് പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. പ്രദീപിന് വേണ്ടി ഞാനും കൂടി ക്ഷമ ചോദിക്കുകയാണ്. കൂടെ നിൽക്കുക. ഓക്കെ, ബൈ.